السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه الفائزين برضا الله. أما بعد، فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وانفقوا في سبيل الله ولا تلقوا بأيديكم إلى التهلكة وأحسنوا إن الله يحب المحسنين. صدق الله العلي العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. സർവാദരണീയരായ അമീനുശ്ശരിയ സയ്യിദ് അലി ബാഫഖി തങ്ങൾ, വേദിയിൽ ഉപവിഷ്ടരായ പണ്ഡിത മഹത്തുക്കൾ, പ്രാസ്ഥാനിക നായകർ, സ്ഥലം MLA ടി സിദ്ദീഖ് അവറുകൾ, മറ്റ് സാമൂഹിക സാംസ്കാരിക നായകർ, മാന്യ ശ്രോതാക്കൾ, അൽഹംദുലില്ലാഹ് വയനാട് ജില്ലാ പ്രാസ്ഥാനിക കുടുംബം ഈ മഹത്തായ പ്രോഗ്രാമിന് നന്നായി അധ്വാനിച്ചു, കഷ്ടപ്പെട്ടു. അൽഹംദുലില്ലാഹ് അതിഗംഭീര സ്വീകരണമാണ് ഞങ്ങൾക്ക് ലഭിച്ചത്. ഈ സ്വീകരണത്തിന് എല്ലാ അർത്ഥത്തിലും ഞങ്ങൾക്ക് നന്ദി രേഖപ്പെടുത്തുന്നു. വയനാട് മഹാനായ ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി സുൽത്താനുൽ ഉലമ കാന്തപുരം ഉസ്താദ് ഹഫിളഹുല്ലാ വരാൻ വളരെ ആഗ്രഹിച്ചിരുന്നു. അവസാന നിമിഷം വരെയും എൻ്റെ മക്കൾ അവിടെ പോകണമെന്ന് നിർബന്ധം കാണിച്ചിരുന്നു. പക്ഷേ ശാരീരിക അസ്വസ്ഥത നിമിത്തം വരാൻ കഴിഞ്ഞിട്ടില്ല. അടുത്തു തന്നെ വരുമെന്ന് നമുക്ക് ഓഫർ നൽകിയിട്ടുണ്ട്. എല്ലാ അർത്ഥത്തിലും പൂർണ്ണ ശിഫ നീ നൽകണേ അല്ലാഹ്. ആ തണിൽ ദീർഘകാലം ജീവിക്കാൻ തൗഫീക്ക് നൽകണേ അല്ലാഹ്. മഹാനായ ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി സുൽത്താൻ കാന്തപുരം ഉസ്താദ് നയിക്കുന്ന ഈ കേരള യാത്ര മനുഷ്യർക്കൊപ്പമെന്ന പ്രമേയം ആളുകളെ വശീകരിക്കാനല്ല, മറിച്ച് ഈ പ്രസ്ഥാനം മഹാനായ ശൈഖുനാ സുൽത്താൻ കാന്തപുരം ഉസ്താദ് കുട്ടിക്കാലം തൊട്ടേ അവരുടെ വാക്കുകളിലും പ്രവർത്തനങ്ങളിലും ചിന്തകളിലും സദാസമയത്തും ജാതി മതഭേദമന്യേ സർവ മനുഷ്യരെയും ഉന്നതിയിൽ എത്തിക്കുക എന്നതാണ്. ഇവിടെ ഈ സമ്മേളനം നടക്കുമ്പോൾ 17 സ്ഥലങ്ങളിലും സ്വീകരണ സമ്മേളനം നടക്കുമ്പോൾ ഈ ആൾക്കൂട്ടം മാത്രമല്ല, ഇവിടെയുള്ള മുഴുവൻ ജനപ്രതിനിധികളെയും വ്യാപാരി വ്യവസായികളെയും സാമൂഹ്യ സാംസ്കാരിക നായകരെയും ഇവിടുത്തെ വിദ്യാസമ്പന്നരെയും വിളിച്ചു വരുത്തി സ്നേഹവിരുന്ന് നടത്തി അവരോട് വയനാടിൻ്റെ ആവശ്യങ്ങൾ ചോദിച്ചറിയുകയാണ്. ഞങ്ങൾ അത് രേഖപ്പെടുത്തി കേന്ദ്ര സർക്കാരുകളെ അറിയിച്ച് മീഡിയ സമ്മേളനം വിളിച്ച് അറിയിക്കുന്നു. എല്ലാം ഈ കേരള യാത്ര കഴിഞ്ഞ് ഓരോ ജില്ലയുടെയും ആവശ്യങ്ങൾ അതാത് എല്ലാം ക്രോഡീകരിച്ച് കേന്ദ്ര സർക്കാർ പ്രതിനിധികളെ അറിയിക്കുക തന്നെ ചെയ്യും, നേതൃത്വത്തെ അറിയിക്കുക തന്നെ ചെയ്യും. വയനാട് ലോകത്തെല്ലാ മനുഷ്യർക്കും ഇഷ്ടമാണ്. ഇവിടുത്തെ പ്രകൃതി ഭംഗി, ഇവിടുത്തെ മണ്ണിൻ്റെ കായ്കനികളുടെ ഗുണമേന്മ, സർവോപരി വയനാട്ടുകാരുടെ നിഷ്കളങ്കമായ സ്നേഹങ്ങൾ, സൽക്കാരങ്ങൾ, വയനാട്ടിലേക്ക് എപ്പോഴും വരാനും
വന്നാൽ പോകാതിരിക്കാനുമാണ് ഞങ്ങളുടെ താല്പര്യം. പക്ഷേ പല വിദേശ രാജ്യങ്ങൾ ചെല്ലുമ്പോഴും കേരളത്തിൻ്റെ സൗന്ദര്യം വയനാട് ബോധ്യപ്പെടുത്തുമ്പോൾ വന്നവർ പറയുക ആ ഗതാഗത കുരുക്കുകളിൽപ്പെട്ട ദുരനുഭവങ്ങളാണ്. കേരളത്തിൽ എയറോക്രാഫ്റ്റുകളില്ല, റെയിൽവേ ഇല്ല. ഇത്രമാത്രം ഗതാഗത കുരുക്കുകളുള്ള മറ്റൊരു പ്രദേശം ഇല്ല എന്നതാണ് വസ്തുത. ഏത് വഴിക്ക് വരികയാണെങ്കിലും ചുരം താണ്ടാതെ മാർഗമില്ല. പലപ്പോഴും 4, 5, 6 മണിക്കൂറുകൾ, ചിലപ്പോഴാവട്ടെ മണ്ണിടിച്ചിലുകളോ പ്രകൃതി ദുരന്തങ്ങളോ ആണെങ്കിൽ ദിവസങ്ങളോ മാസങ്ങളോ കുടുങ്ങിപ്പോകുന്ന അവസ്ഥകൾ. ഇവിടെ തുരങ്കപാത വരുന്നു എന്നത് ആശ്വാസകരമാണെങ്കിലും തുടങ്ങിയതേയുള്ളൂ. പൂർത്തീകരിക്കാൻ 5 കൊല്ലമെങ്കിലും താമസമെടുക്കും. ഇതുവരെയും വയനാട്ടിലെ 9 ലക്ഷത്തിലേറെ ആളുകൾ എന്നെന്നും പ്രയാസപ്പെടുകയാണോ? വയനാട്ടിലേക്ക് വരുന്ന ലക്ഷക്കണക്കിന് ടൂറിസ്റ്റുകളെ വെറുപ്പിക്കുകയാണോ വേണ്ടത്? അതുകൊണ്ട് തന്നെ ഒന്നാമതായി ഇവിടുത്തെ കേരള സർക്കാരുകൾ പറയാനുള്ളത് വയനാടിൻ്റെ ഗതാഗത കുരുക്കിന് ശാശ്വതമായ പരിഹാരം, പ്രത്യേകിച്ച് ഞങ്ങൾ മീഡിയകളുടെ മുമ്പിൽ അവതരിപ്പിച്ച ബൈപ്പാസുകൾ മറ്റൊക്കെയും പെട്ടെന്ന് സാക്ഷാത്കരിക്കണം. രണ്ടാമത് പറയാനുള്ളത് 1921 കേന്ദ്ര റെയിൽവേ സർവേ നടത്തി 100 വർഷം പിന്നിട്ടിട്ടും ഒരു തുടർ നടപടിയും നടന്നിട്ടില്ല എന്നതിൽ ഞങ്ങൾ ഖേദം പ്രകടിപ്പിക്കുന്നു. നിർബന്ധമായും വയനാടിൻ്റെ പ്രത്യേക സാഹചര്യങ്ങളും ടൂറിസ്റ്റുകൾ ആകർഷിക്കാനുള്ള കേരളത്തിലെ ഏറ്റവും നല്ല സ്ഥലങ്ങളിൽ ഒന്ന് എന്നതുകൊണ്ട് തന്നെ റെയിൽവേ പദ്ധതികൾ പെട്ടെന്ന് പൂർത്തീകരിക്കണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടുന്നു. മൂന്നാമതായി 3 സംസ്ഥാനങ്ങളെ ബന്ധിപ്പിക്കുന്ന കർണാടക, തമിഴ്നാട്, കേരളം ഇവിടങ്ങളിലേക്ക് മലയോര മേഖല വന്യജീവികളുടെ റോഡ് 5 മണിക്കും 6 മണിക്കും അടക്കുന്നത് കൊണ്ട് എത്രയാണ് പ്രയാസപ്പെടുന്നത്. അതിന് വന്യജീവികൾക്ക് സംരക്ഷണം വേണം. മനുഷ്യൻ്റെ വികസനവും മറന്നു പോകരുത്. അതിന് വേണ്ട പരിഹാരം നൽകണം. നാലാമതായി വന്യജീവികളുടെ ശല്യം വളരെ കൂടി വരികയാണ്. ഓരോ ദിവസത്തിലും എത്ര വന്യജീവി ശല്യങ്ങളാണ്. ഇവിടെ വന്യജീവികൾക്ക് സംരക്ഷണം വേണം. ഒന്നിനും വംശനാശം വന്നുകൂടാ, തീർച്ചയാണ്. പക്ഷേ മനുഷ്യൻ ഈ ലോകത്ത് ഏറ്റവും വലിയ താരമല്ലയോ? ലോകത്ത് പല രാജ്യങ്ങളിലും ഫോറസ്റ്റുകളുടെ ജീവികളുടെ യഥാർത്ഥ കണക്കെടുപ്പ് നടത്തി വംശനാശ ഭീഷണി നേരിടുന്ന ജീവികൾ എവിടെങ്കിലും കൊണ്ടുവന്നെത്തിച്ച് കൂടുതലുള്ള ജീവികളെ വേട്ടപിടിക്കാൻ നിയന്ത്രണം ഏർപ്പെടുത്താൻ പല രാജ്യങ്ങളും സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ പരിഹാരമാർഗം കാണണമെന്ന് ഈ മഹത്തായ സമ്മേളനം ഉത്തരവാദിത്തപ്പെട്ടവരോട് അവകാശപ്പെടുകയാണ്. മറ്റൊന്ന്, കേരളത്തിൽ ഭൂപരിഷ്കരണ നിയമം വന്നപ്പോൾ 15 ഏക്കറുള്ളതെല്ലാം മിച്ചഭൂമിയാവുമെന്ന് തീരുമാനം വന്നപ്പോൾ
പലരും പ്ലാന്റേഷനായി രജിസ്റ്റർ ചെയ്തു. അന്ന് വയനാട് ജില്ലയിൽ രൂപീകരിക്കപ്പെട്ടിട്ടില്ല. അന്ന് വളരെ കുറഞ്ഞ ആളുകളാണ്, ഒരു വ്യക്തിയും ഭാര്യയും അല്ലെങ്കിൽ ഒന്നോ രണ്ടോ കുട്ടികൾ. ഇന്നത് 3-4 തലമുറകളായി 8-10 മക്കളായി വീടുണ്ടാക്കാൻ സ്ഥലമില്ല. പ്ലാന്റേഷനായി രജിസ്റ്റർ ചെയ്യപ്പെട്ട ഭൂമികൾ വീടുകൾ ഉണ്ടാക്കാൻ കഴിയുന്നില്ല. KLR സിസ്റ്റത്തിൽ ഈ നിയമത്തിൽ ഭേദഗതി നൽകി. അതോടുകൂടെ തന്നെ തുച്ഛം ഭൂമികളാണ് ഇവിടെയുള്ളത്, പ്ലാന്റേഷൻ രജിസ്റ്റർ ചെയ്യപ്പെടാത്തത്. അവിടെയാണെങ്കിലോ ജനങ്ങൾക്ക് താങ്ങാനാവാത്ത വിലകൾ നൽകേണ്ടി വരുന്നു. അതിൻ്റെ രജിസ്ട്രേഷന് ഭീമമായ സംഖ്യ പിന്നെയും ചെലവഴിക്കേണ്ടി വരുന്നുണ്ട്. അതിന് വയനാടിന് പ്രത്യേക സമ്മാനമെന്ന നിലയിൽ എന്തെങ്കിലും ഒരു ഇളവ് നൽകണമെന്ന് ഭരണകൂടത്തോട് ആവശ്യപ്പെടുകയാണ്. പ്രത്യേകിച്ച് പറയാനുള്ളത്, വയനാട് കാപ്പിത്തോട്ടങ്ങളും തേയിലത്തോട്ടങ്ങളും നിറഞ്ഞ നാടാണ്. വയനാട്ടിലെ തേയിലയും കാപ്പിയും വിളവുകളും ഇല്ല എങ്കിൽ കേരളം എന്നല്ല ലോകത്ത് എത്ര പേർ ബെഡ് കാഫി കുടിക്കും? എത്ര പേർ ചായ ആസ്വദിച്ച് കഴിക്കും? കർഷകർ മണ്ണിലെ ചെളിയും ചേറും ശിരമാസകലം പുരണ്ട് നാടിൻ്റെ വിശപ്പകറ്റാൻ സ്വന്തമായി ശ്രമിക്കുന്ന ജീവിതങ്ങളാണ് കർഷകർ എന്നത് മറക്കരുത്. വെയിലേറ്റ് വാടിയിട്ടും പതറാത്ത മനസ്സാണ്, നമ്മുടെ പട്ടിണി മാറ്റാൻ പണിയെടുക്കുന്ന കരുത്താണ്. അതാണ് ഓരോ കർഷകനും നയിക്കുന്ന വിപ്ലവമെന്ന് ഭരണകൂടം മറക്കരുത്. മണ്ണിൽ വിയർപ്പൊഴുക്കി പണിയെടുക്കും കർഷകൻ മാലോകർക്ക് അന്നമേകും പുണ്യമുള്ള മാനവനാണ്. ആയതുകൊണ്ട് തന്നെ കർഷകർക്ക് അർഹമായ പരിഗണനകൾ നൽകി കർഷക തൊഴിലാളികൾക്ക് പ്രോത്സാഹനങ്ങൾ നൽകി ഇവിടുത്തെ വിളകൾക്ക് താങ്ങുവില വർദ്ധിപ്പിച്ച് അത് സംഭരിച്ച് അത് നല്ല രൂപത്തിലാക്കി പ്രോത്സാഹിപ്പിക്കണമെന്ന് ഈ മഹത്തായ സമ്മേളനം ഭരണകൂടത്തോട് ആവശ്യപ്പെടുകയാണ്. ഈ നാട്ടുകാരോട് പറയാനുള്ളത്, ഓരോ സ്ഥലത്തും വ്യത്യസ്ത ആവശ്യങ്ങളാണ്, ലക്ഷ്യങ്ങളാണ് പ്രഭാഷണങ്ങൾ ഉണർത്തിയത്. മനുഷ്യർക്കൊപ്പമെന്ന് പറയുമ്പോൾ ഈ സദസ്സിലിരിക്കേണ്ട എത്രയെത്ര യുവാക്കൾ ഇന്ന് നമ്മുടെ കൂടെയില്ല എന്ന് നിങ്ങൾ ഓർക്കണം. കഴിഞ്ഞ പാർലമെന്റിൽ വ്യക്തമാക്കിയ വസ്തുത ഏതൊരു മനസ്സാക്ഷിയെയും വേദനിപ്പിക്കുന്നതും നെട്ടിപ്പിക്കുന്നതുമാണ്. കഴിഞ്ഞ 2024 വർഷത്തിൽ മാത്രം 1,01,77,00,000 ആളുകൾ നമ്മുടെ ഇന്ത്യയിൽ റോഡ് അപകടത്തിൽ മരിച്ചു എന്നത് നിങ്ങൾ മറക്കരുത്. കഴിഞ്ഞ വർഷം അത് 1,72,890 പേരായിരുന്നു. ഇത് കഴിഞ്ഞ പാർലമെന്റിൽ ഗതാഗത മന്ത്രി വ്യക്തമാക്കിയതാണ്. കഴിഞ്ഞ വർഷത്തേക്കാൾ ആപേക്ഷികമായി 5 ലക്ഷം ആളുകളാണ് ഈ വർഷം മരിച്ചത്. അതിൽ 60% 18-ന്റെയും 34-ന്റെയും ഇടയിലുള്ളവരാണ് എന്നുകൂടി എൻ്റെ ഈ ശബ്ദം കേൾക്കുന്ന യുവാക്കൾ ശരിക്കും ഓർക്കണം. അപകടത്തിന് യഥാർത്ഥ കാരണം മഹാഭൂരിഭാഗവും ട്രാഫിക് നിയമങ്ങൾ ലംഘിക്കുന്നത് കൊണ്ടാണ്.
30,000-ലേറെ ആളുകൾ മരിച്ചത് ഹെൽമെറ്റ് ധരിക്കാത്തത് കൊണ്ടാണ്. ഓരോ ദിവസവും 485 പേരാണ് നമ്മുടെ ഇന്ത്യയിൽ മരിക്കുന്നതെന്ന് ആലോചിക്കുമ്പോൾ ഈ ശബ്ദം കേൾക്കുന്ന, ഓൺലൈനിലൂടെയും മറ്റും ശ്രദ്ധിക്കുന്ന മുഴുവൻ യുവാക്കളോടും ഗൗരവസ്വരത്തിൽ തന്നെ ഉണർത്താൻ ആഗ്രഹിക്കുന്നത്, ട്രാഫിക് നിയമം അത് നിയമപാലകർക്ക് വേണ്ടിയല്ല, മറിച്ച് എൻ്റെയും നിങ്ങളുടെയും ജീവന്റെ സുരക്ഷയ്ക്ക് വേണ്ടിയാണ്. ഒരു കാരണവശാലും ലൈസൻസ് ഇല്ലാതെ വണ്ടികൾ ഓടിക്കാൻ പാടില്ല. ഹെൽമറ്റ് ബൈക്ക് യാത്രക്കാർ ധരിച്ചേ പറ്റൂ. യാത്രാ നിയമങ്ങൾ പൂർണ്ണമായും പാലിച്ചേ പറ്റൂ. ഇത് കേരളത്തിലെ, ഇന്ത്യയിലെ എല്ലാ സ്കൂളുകളിലും കോളേജുകളിലും നിർബന്ധമായും പഠിപ്പിക്കണം. കേരളത്തിൽ ഇന്ന് സുന്നി വിദ്യാഭ്യാസ ബോർഡിൻ്റെ സിലബസിൽ മാത്രമാണ് ഈ ട്രാഫിക് നിയമം ലംഘിക്കരുതെന്നും ട്രാഫിക് നിയമം ശ്രദ്ധിക്കണമെന്നും പഠിപ്പിക്കുന്നത് എന്നുകൂടി മനുഷ്യർക്കൊപ്പമാണ് ഈ പ്രസ്ഥാനമെന്നത് നിങ്ങൾ ശ്രദ്ധിക്കുക. സുന്നി വിദ്യാഭ്യാസ ബോർഡിൻ്റെ മഹാനഞ്ചൻ ഖാൻ മുഫ്തി സുൽത്താൻ കാന്തപുരം ഉസ്താദ് നേതൃത്വം നൽകുന്ന സുന്നി വിദ്യാഭ്യാസ ബോർഡിൻ്റെ 3ാം ക്ലാസ്സിലെ ദുറൂസുൽ ഇസ്ലാം ബുക്കിൽ തവക്കൽതു അലല്ലാഹ് എന്നൊരു പാഠമുണ്ട്. ആ പാഠം മഅദിൻ 3ാം ക്ലാസ്സിലെ പബ്ലിക് 6000 കുട്ടികൾ പഠിക്കുന്ന ഇംഗ്ലീഷ് മീഡിയത്തിലെ ജഅഫർ അസ്ഹരി ക്ലാസ് എടുത്തപ്പോൾ ആ പഠിപ്പിക്കുന്ന ശൈലി കൂടി നിങ്ങൾ മനസ്സിലാക്കണം. ഗൾഫിൽ നിന്ന് വരുന്ന ഉപ്പയെ സ്വീകരിക്കാൻ ഉപ്പയുടെ ജ്യേഷ്ഠനും ഭാര്യയും മക്കളും കുടുംബവും പോകുന്നു. മക്കൾ ഉപ്പയോട് ചോദിക്കുന്നു, എന്തിനാ ഉപ്പ ഹെൽമറ്റ് ധരിക്കുന്നത്, എന്തിനാ സീറ്റ് ബെൽറ്റ് ധരിക്കുന്നത്? മൂത്താപ്പ വിശദീകരിക്കുന്നു, തവക്കൽതു അലല്ലാഹ് എന്ന് പറയണം. അത് പറഞ്ഞാൽ മാത്രം പോരാ, ട്രാഫിക് നിയമങ്ങളും പാലിക്കണം, പൂർണ്ണമായും ശ്രദ്ധിക്കണം. ആ മഅദിൻ 3ാം ക്ലാസ്സിലെ ഉസ്താദ് ഈ പാഠം മഅദിൻ തന്നെ പഠിച്ച് ഇന്ന് വെഹിക്കിൾ ഇൻസ്പെക്ടറായി ജോലി ചെയ്യുന്ന ഷബീറിന് വിട്ടുകൊടുക്കുകയും ഷബീർ അത് അവരുടെ ഗ്രൂപ്പിലിടുകയും ആ ഗ്രൂപ്പ് കണ്ട് അത്ഭുതപ്പെട്ട് 10ഓളം വെഹിക്കിൾ ഇൻസ്പെക്ടർമാർ വിനീതന്റെ മുമ്പിൽ വന്നു പറഞ്ഞത്, ഞങ്ങൾ എത്രയോ കാലമായി ഈ ആവശ്യം ഉന്നയിക്കുന്നു, സ്കൂളുകളിലും കോളേജുകളിലും പഠിപ്പിക്കാൻ, പക്ഷേ ഇതുവരെ പഠിപ്പിക്കപ്പെട്ടിട്ടില്ല, പഠിപ്പിക്കപ്പെടുന്നില്ല. അഭിനന്ദനങ്ങൾ അറിയിക്കാനാണ്. ഇവിടെയാണ് ഞാൻ എൻ്റെ പ്രിയപ്പെട്ട നല്ലവരായ നാട്ടുകാരോട് ഒരു പ്രതിജ്ഞ. എൻ്റെ അശ്രദ്ധ കാരണം വല്ല ജീവനും വല്ല അപകടവും സംഭവിച്ചാൽ, എനിക്കാണത് സംഭവിക്കുന്നതെങ്കിൽ ആത്മഹത്യയായി മാറും എന്ന് നിങ്ങൾ ചിന്തിക്കണം, മനസ്സിലാക്കണം. എൻ്റെ അശ്രദ്ധ കൊണ്ട് മറ്റാർക്കെങ്കിലും വല്ല പ്രയാസവും സംഭവിച്ചാൽ ഖുർആൻ പറയുന്നു, മൻ ഖതല നഫ്സൻ ബിഗൈരി നഫ്സിൻ ഔ ഫസാദിൻ ഫിൽ അർളി ഫകഅന്നമാ ഖതല അന്നാസ ജമീഅ. തൻ്റെ അശ്രദ്ധ കൊണ്ട് തൻ്റെ ജീവനോ മറ്റു വല്ല ജീവനോ വല്ല അപകടവും സംഭവിച്ചാൽ, മരിച്ചാൽ ലോകമെമ്പാടുമുള്ള എല്ലാ ജീവികളെയും കൊന്നു എന്ന അതിഗുരുതരമായ കുറ്റം അവൻ അനുഭവിക്കേണ്ടി വരും. ഇത്ര താക്കീതോടുകൂടെ ഖുർആൻ മനുഷ്യർക്കൊപ്പം നിന്നെങ്കിൽ, മനുഷ്യരുടെ ജീവനാണ് വലുത്. അത് ഏത് ജീവിയാണെങ്കിലും ജീവൻ രക്ഷിക്കണമെങ്കിൽ നിസ്കാരം വരെ മുറിക്കാമെന്ന് പഠിപ്പിച്ച മതമാണ് ഇസ്ലാം. എന്നാൽ സ്വന്തം ജീവന്റെ വില എത്രമാത്രം വലുതാണ്. ഒന്നുകൂടി പ്രവാചക തിരുമേനി പഠിപ്പിച്ചു, വല്ലവനും വീടിൻ്റെ മുകളിൽ കോൺക്രീറ്റ് കെട്ടിടത്തിൽ
സൈഡ് കെട്ടാതെ വരപ്പറ്റില്ലാതെ ഉരുന്ന് വീണാൽ അവൻ അല്ലാഹുമായി യാതൊരു ബന്ധവുമില്ല. അവിടെ കിടന്നവനാണ് കുറ്റക്കാരൻ. അങ്ങനെ എല്ലാ മേഖലയിലും മനുഷ്യന്റെ രക്ഷ, അതാണ് ഞാൻ നിങ്ങളെ ഓതി കേൾപ്പിച്ച പരിശുദ്ധമായ ആയത്ത്. വലാ തുൽഖൂ ബിഐദീകും ഇലത്തഹ്ലുക. എല്ലയോ മനുഷ്യ സമൂഹമേ, നിങ്ങളുടെ ജീവനോ നിങ്ങളുടെ ആരോഗ്യത്തിനോ നിങ്ങളുടെ കുടുംബത്തിനോ ആർക്കെങ്കിലും എന്തെങ്കിലും ഹേതുവാകുന്ന ഒന്ന് ഒരിക്കലും സംഭവിക്കാൻ പാടില്ല. എന്തിനേറെ ഏറ്റവും അതിപ്രധാനമായ ആരാധനയാണ് ഒരു മുസൽമാന് 5 വക്ത് നിസ്കാരങ്ങൾ. അതിന് വുളു എടുക്കൽ നിർബന്ധമാണ്. എൻ്റെ കയ്യിൽ ചെറിയ മുറിവ് വരികയും വെള്ളം ഉപയോഗിച്ചാൽ ആ മുറിവ് ഉണങ്ങാൻ താമസിക്കും, കൈക്ക് കല വരും, അത് സൗന്ദര്യം നശിപ്പിക്കുമെന്ന് കണ്ടാൽ വുളു എടുക്കാതെ തയമ്മം ചെയ്ത് നിസ്കരിക്കണമെന്ന് പഠിപ്പിച്ച മതമാണ് ഇസ്ലാം. ഒരു മനുഷ്യന്റെ സൗന്ദര്യത്തിന് പോലും എത്രമാത്രം വിലയാണ് കൽപ്പിക്കുന്നത് എന്ന് മനസ്സിലാക്കി ഒരു കാരണവശാലും ആരോഗ്യത്തിന് ഒരു കുഴപ്പവും സംഭവിക്കരുത്. ആരോഗ്യമെന്ന് പറയുമ്പോൾ കേവലം ശാരീരികാരോഗ്യം മാത്രമല്ല. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ആരോഗ്യത്തിന് നൽകുന്ന ഡെഫിനിഷൻ സ്റ്റേറ്റ് ഓഫ് കംപ്ലീറ്റ് ഫിസിക്കൽ, മെന്റൽ, സോഷ്യൽ ആൻഡ് സ്പിരിച്വൽ വെൽബീയിങ് ആൻഡ് നോട്ട് മിയർലി ആബ്സെൻസ് ഓഫ് ഡിസീസ്. ആരോഗ്യമെന്നാൽ കേവലം ഷുഗറും പ്രഷറും കൊളസ്ട്രോളും ഇല്ലാതിരിക്കലല്ല. അങ്ങനെ സംഭവിച്ചാൽ അത് 1/4 ആകുന്നുള്ളൂ. 4 ഘടകങ്ങൾ കൂടണം. ഫിസിക്കൽ വെൽബീയിങ് വേണം, മെന്റൽ വെൽബീയിങ് വേണം, സ്പിരിച്വൽ വെൽബീയിങ് വേണം, സോഷ്യൽ വെൽബീയിങ് വേണം. അഥവാ അതിലേറ്റവും പ്രധാനം ശാരീരിക ആരോഗ്യമാണ്. ശാരീരിക ആരോഗ്യത്തിന് വേണ്ടി അതിലേറെ ശ്രദ്ധിക്കേണ്ടതാണ്. അതിനാണ് എല്ലാ ദിവസവും ഖുനൂത്തിൽ അല്ലാഹുമ്മ ഹ്ദിനാ ഫീമൻ ഹദൈത് വഅഫിനാ ഫീമൻ ആഫൈത്, റബ്ബേ ഞങ്ങൾക്ക് സന്മാർഗം നൽകണേ എന്ന് പറഞ്ഞ് ഉടനെ പറയുന്നത് ഞങ്ങൾക്ക് ആഫിയത്ത് നൽകണേ എന്നാണ്. അതിൽ 4 ആരോഗ്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് മെന്റൽ വെൽബീയിങ്, അഥവാ മനുഷ്യന്റെ മാനസിക ആരോഗ്യം. ഹെൽത്തി ബോഡി ഇൻ ഹെൽത്തി മൈൻഡ്. നല്ല ആരോഗ്യമുള്ള ശരീരത്തിലെ, നല്ല ആരോഗ്യമുള്ള മനസ്സിന് നല്ല ആരോഗ്യമുള്ള ശരീരമുണ്ടാകൂ. ഇത് ഒരു ആത്മഹത്യ നടക്കലിലൂടെ, ഒരു റോഡ് അപകടം നടക്കലിലൂടെ, ഒരു സംഘർഷം നടക്കലിലൂടെ എത്ര കാലമാണ്, എത്ര കുടുംബങ്ങളാണ് മാനസികമായി തകരുന്നത്. പ്രത്യേകിച്ച് വളരെ വേദനയോട് ഉണർത്തുന്നു, നമ്മുടെ നാട്ടിൽ നടക്കുന്ന, നേരത്തെ ഉണർത്തിയ 18-ന്റെയും 34-ന്റെയും ഇടയിൽ നടക്കുന്ന മരണങ്ങളിൽ 1-ാം സ്ഥാനത്ത് ആക്സിഡന്റ് ആണെങ്കിൽ 2-ാം സ്ഥാനത്ത് സൂസൈഡ്, ആത്മഹത്യയാണ്. ആ ആത്മഹത്യ ചെയ്യുന്നവരിലാവട്ടെ സെൻട്രൽ യൂണിവേഴ്സിറ്റികളിൽ നിന്ന് കഴിഞ്ഞ വർഷം പാർലമെന്റിൽ വ്യക്തമാക്കിയ 528 കുട്ടികളാണ്. നിങ്ങൾ ശ്രദ്ധിക്കണം, ഒരു കുട്ടിക്ക് സെൻട്രൽ യൂണിവേഴ്സിറ്റി അഡ്മിഷൻ കിട്ടുക എന്നാൽ എത്രമാത്രം പ്രതീക്ഷകളാണ്. പ്രത്യേകിച്ച് മദ്രാസ് IIT, അഹമ്മദാബാദ് IIM, ഡൽഹി എയിംസ് പോലുള്ള യൂണിവേഴ്സിറ്റികൾ അഡ്മിഷൻ കിട്ടുമ്പോൾ ആ കുടുംബവും ആ നാടും ആ തറവാടും സമൂഹവും സമുദായവും ഞങ്ങളുടെ നാട്ടിൽ നിന്ന് ഒരു ഉയർന്ന വിദ്യാസമ്പന്നൻ വരുമല്ലോ എന്ന് കരുതി പക്ഷെ ആത്മഹത്യ ചെയ്തു, അല്ലെങ്കിൽ ആക്സിഡന്റായി മോർച്ചറിയിൽ ആ ഡെഡ് ബോഡി എത്തുമ്പോൾ, അത് കൊണ്ടുവരുമ്പോൾ എത്ര കാലമാണ് മാനസികമായി ആ കുടുംബം തകരുന്നത്, എത്രമാത്രമാണ് ആ നാട് വിഷമിക്കുന്നത്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് അവസാനമായി പറയാനുള്ളത്, ജീവനേക്കാൾ വലുതായ അനുഗ്രഹം ലോകത്തൊന്നുമില്ല. ആ ജീവൻ സംരക്ഷിക്കാൻ എല്ലാവരും സന്നദ്ധരാവണം. ജീവനാണ് ഏറ്റവും വലുതെന്ന് മനസ്സിലാക്കി സദാസമയത്തും റബ്ബിനോട് പ്രാർത്ഥിക്കുക.
എല്ലാവരെയും സംരക്ഷിക്കാൻ വേണ്ടി സർവസ്വം സമർപ്പിക്കുക. അർഹമുർറാഹിമായ അല്ലാഹ് ഞങ്ങളുടെ രാജ്യത്തിന് മതസൗഹാർദ്ദം, സാഹോദര്യം, ഒത്തൊരുമ, കൂട്ടായ്മ വർദ്ധിപ്പിച്ച് എല്ലാ പ്രകൃതി ദുരന്തങ്ങളിൽ നിന്നും പ്രകൃതി ക്ഷോഭങ്ങളിൽ നിന്നും ഞങ്ങളുടെ രാജ്യത്തെ രക്ഷപ്പെടുത്തി ഞങ്ങളിൽ നിന്ന് 400ഓളം ജീവനുകൾ വയനാട്ടിൽ ചൂരൽമലയിലും മുണ്ടക്കടിയിലും നഷ്ടപ്പെട്ടത്, ആ വേദന ഇന്നും ഞങ്ങൾ മറന്നിട്ടില്ല. ഇനി അങ്ങനെ ഒരു ദുരന്തം ഞങ്ങൾക്ക് നൽകല്ല അല്ലാഹ് എന്ന് ഞങ്ങൾ സദാസമയത്തും ദുആ ചെയ്യുന്നു. ഭരണകൂടത്തോട് പുനരധിവാസം എത്രയും പെട്ടെന്ന് പൂർത്തീകരിക്കണമെന്നും പ്രത്യേകിച്ച് വയനാട് ജനപ്രതിനിധികൾ ദേശീയ തലത്തിൽ ശ്രദ്ധ ആകർഷിക്കപ്പെടുന്നവരാണ്. അവർ ജനപ്രതിനിധികളായി തിരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ വയനാട്ടുകാർ വലിയ പ്രതീക്ഷകളിലായിരുന്നു. ദേശീയ തലത്തിൽ വയനാട് ഉയരുമെന്ന് പ്രതീക്ഷകൾ അർപ്പിച്ചു. പക്ഷേ വയനാടിന് ആ മാറ്റം സംഭവിച്ചിട്ടുണ്ടോ എന്ന് ഉത്തരവാദിത്തപ്പെട്ടവർ ശ്രദ്ധിക്കണം. വയനാടിന് വേണ്ടി ദേശീയ തലത്തിൽ തന്നെ പാക്കേജുകൾ ഉണ്ടാക്കി വയനാടിനെ ദേശീയ തലത്തിൽ ശ്രദ്ധിക്കപ്പെടുന്ന മേഖലയാക്കണമെന്ന് പറഞ്ഞ് എൻ്റെ സംസാരം ഉപസംഹരിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.